ആകപ്പാടെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു കഥ പോലെയാണ് തോന്നുന്നത്. വടക്കൻ കേരളത്തിൽ കോരപ്പുഴയ്ക്ക് വടക്ക് അറബിക്കടലിനും സഹ്യപർവ്വതത്തിനുമിടയിലുള്ള ദേശസ്വരൂപങ്ങളുടെ കഥകൾ പറഞ്ഞ് മലയാള സാഹിത്യത്തിൽ സവിശേഷമായ തട്ടകമടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് യു.എ. ഖാദർ. കാവുകളും തിറയാട്ടവും നേർച്ചകളും റാത്തീബും നിറഞ്ഞ ഈ മണ്ണിൽ പൊടിച്ച ഗ്രാമീണ വിശ്വാസങ്ങളും പുരാവൃത്തങ്ങളും വീരകഥകളും മനുഷ്യാനുഭവങ്ങളും പറയാൻ യു.എ. ഖാദർ വാമൊഴിയുടെ തനിമയുള്ള ഭാഷയും വേറിട്ടൊരു കഥാഖ്യാന ശൈലിയും സൃഷ്ടിച്ചു. ആധുനികത മലയാള ഭാവുകത്വത്തെ ആവേശിച്ചു തുടങ്ങിയ 1960കളിലാണ് ഖാദർ പ്രാദേശികതയുടെ മണ്ണടരുകൾ തേടിയിറങ്ങിയത്. പഴയ കുറുമ്പ്രനാട് താലൂക്കിലെ പന്തലായനി, തൃക്കോട്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുജീവിതത്തിൽ ഖാദർ ആകൃഷ്ടനായി. കേട്ട പുരാണങ്ങളും പാട്ടുകളും കണ്ട വിശേഷങ്ങളും ഖാദർ പൊലിപ്പിച്ചു പറഞ്ഞു. വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മാന്ത്രിക സ്പർശത്തോടെ ഖാദർ പറഞ്ഞ കഥകൾ വിസ്മൃതമായ ഒരു ദേശസംസ്കൃതിയുടെ വീണ്ടെടുപ്പായിരുന്നു. ബർമയിലെ വിയറ്റ്നാം അതിർത്തി പ്രദേശത്തെ ബില്ലിൻ ഗ്രാമത്തിലാണ് 1935 യു.എ. ഖാദർ ജനിച്ചത്. ഉമ്മ ബർമക്കാരി മാമയിതി, ഉപ്പ പ്രവാസിയായി എത്തിയ കൊയിലാണ്ടിക്കാരൻ മൊയ്തീൻകുട്ടി ഹാജി. ഖാദർ ജനിച്ച് 3-ാം നാൾ ഉമ്മ മാമയിതി മരിച്ചു. പഗോഡകളും വർണ്ണച്ചമയങ്ങളും നിറഞ്ഞ ബില്ലിൻ ഗ്രാമത്തിൽ ഉമ്മയുടെ സഹോദരിക്കൊപ്പമാണ് 7-ാം വയസ്സുവരെ കുഞ്ഞു ഖാദർ വളർന്നത്. ബർമയിലാണെങ്കിൽ ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും അവിടുത്തെ പഗോഡകളും അവിടുത്തെ പ്രത്യേകമായ അന്തരീക്ഷവും അവിടുത്തെ ആൾക്കാരും ഒക്കെ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു 7 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളാണ്. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ മുഖമാണ്. ഉപ്പയുടെ പീടികയുണ്ടായിരുന്നു. ഒരു പീടികയിൽ ഉപ്പ കച്ചവടം ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് എതിർവശത്തെ പീടികയിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ബർമക്കാരിയും കച്ചവടം ചെയ്യുന്നു. അപ്പോൾ ഈ ബർമക്കാരി കച്ചവടം ചെയ്യുന്ന പീടികയിലാണ് ഏത് നേരത്തും എൻ്റെ സഹവാസം. അവരുടെ ആൾക്കാരുടെ കൂടെയാണ് എൻ്റെ കെട്ടിമറിച്ചലൊക്കെ. അവരുടെ ഇടയിൽ നിന്ന് എന്നെ നിർബന്ധപൂർവ്വം ഉപ്പ കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുക. ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴും രാത്രി വീട്ടിലേക്ക് കടക്കാൻ പോകുന്ന സമയമാകുമ്പോഴൊക്കെ. 2-ാം ലോക മഹായുദ്ധം ബർമയിലെ ജീവിതം ദുരിതമയമാക്കിയപ്പോൾ പ്രവാസികളെല്ലാം രാജ്യം വിടാൻ തുടങ്ങി. കച്ചവടത്തിനെത്തിയ ബന്ധുക്കൾക്കൊപ്പം പലായനം ചെയ്യുമ്പോൾ ഉപ്പ മൊയ്തീൻകുട്ടി കുഞ്ഞു ഖാദറിനെയും കൂടെ കൊണ്ടുപോന്നു. യുദ്ധത്തിൻ്റെ കെടുതികൾ വരാൻ പോകുന്നു, എല്ലാവരും നാട്ടിലേക്ക് പോകണം എന്നുള്ള ആ ഒരു അവസ്ഥ ബർമയിലുടനീളം അക്കാലത്തുണ്ടായിരുന്നു. യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കുന്ന അവസ്ഥ അവിടെ വരുന്നതിന് മുമ്പ് അഭയാർത്ഥികളായി എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം അക്കാലത്തുണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാണ് റങ്കൂണും ബില്ലിയനും ഒക്കെ. അങ്ങനെ എന്നെയും എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അബ്ദുറഹ്മാൻ ക, അങ്ങനെയുള്ള ആളുകളും മറ്റ് നാട്ടുകാരും ഒക്കെ, ബർമയിൽ താമസിച്ചിരുന്ന കച്ചവടം ചെയ്തിരുന്ന എല്ലാ നാട്ടുകാരും ഒന്നിച്ച് അഭയാർത്ഥി പ്രവാഹമായിട്ട് അരാക്കാൻ മലകളിലൂടെ ഒരുതരം മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. ഈ യാത്രയിൽ ഉപ്പ എന്നെയും കൊണ്ടുവരുന്നു. അപ്പോൾ ബർമയിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന് ഉപ്പയുടെ ജ്യേഷ്ഠനും മറ്റ് നാട്ടുകാരും ഒക്കെ ഉപ്പയോട് ഉപദേശിച്ചിരുന്നു. പക്ഷേ ഉപ്പ അതിന് നിന്നില്ല. ഞാൻ അന്നാണെങ്കിൽ ഈ ശരീരമാകെ ചരങ്ങും ചൊറിയും ഒക്കെ പിടിച്ച് ഒരുതരം വല്ലാത്ത അവസ്ഥയിലായിരുന്നു അത്രേ. അപ്പോൾ
ഈ അവസ്ഥയിൽ എന്നെ ചുമലിൽ പേറിയാണ് ഉപ്പ അരാക്കാൻ മലകളിലൂടെ നടന്ന് ചിറ്റഗോങ്ങിലെത്തുന്നത്. ചിറ്റഗോങ്ങിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്ക് വഴികളും വാഹനങ്ങളും ഒക്കെയുണ്ട്. ചിറ്റഗോങ്ങിൽ ഒരു അഭയാർത്ഥി ക്യാമ്പും ഉണ്ടായിരുന്നു അക്കാലത്ത്. ഈ അഭയാർത്ഥി പ്രവാഹത്തിൽ അന്നും ഉപ്പയോട് പലരും ഉപദേശിച്ചിരുന്നു അവിടെ ചിറ്റഗോങ് അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിച്ചേക്കാൻ. എന്തോ ഉപ്പക്ക് അങ്ങനെ എന്നെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിക്കാതെ ഉപ്പ കുഞ്ഞു ഖാദറിനെ കൊയിലാണ്ടിയിലെ വീട്ടിലെത്തിച്ചു. തീർത്തും അപരിചിതമായ ഒസാൻഡകത്ത് വീട്ടിൽ ഖാദർ പകച്ചു നിന്നു. പുതിയ അന്തരീക്ഷം, അന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യർ. ഇതാണ് എൻ്റെ തറവാട്, എൻ്റെ ഉപ്പയുടെ വീട്. ഈ വീട്ടിൽ അന്ന് ഉമ്മാമയായിരുന്നു. ഉമ്മാമ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയുടെ ഉമ്മ. പിന്നെ ഉമ്മാമയുടെ അനുജത്തിമാർ, കുടുംബാംഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ വീട്ടിലുള്ള അംഗങ്ങൾ സംസാരിച്ചിരുന്നത് എന്താണ് എന്നെനിക്കറിയില്ല. ഞാൻ അവരോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് അവർക്കും അറിയില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ മാതൃഭാഷ മലയാളമായിരുന്നില്ല. മാതൃഭാഷ എന്ന് ഞാൻ പറഞ്ഞതും 7 വയസ്സ് വരെ ഞാൻ സംസാരിച്ചതുമൊക്കെ ബർമീസ് ഭാഷയിലാണ്. മറ്റുള്ളവർ സംസാരിച്ച് കേട്ട് മലയാളം പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ഉമ്മാമയ്ക്കും ഉമ്മാമയുടെ മറ്റുള്ളവർക്കും എന്ന് വെച്ചാൽ ഉപ്പയുടെ ബന്ധുക്കൾക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാവുകയില്ല. അതിനൊരു ദ്വിഭാഷിയായിട്ട് ഉപ്പയുടെ മരുമകൻ ഒരാളുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ കുട്ടി. ഞാൻ അദ്ദേഹത്തെ കൊക്കോയ് എന്നാണ് വിളിച്ചിരുന്നത്. ആ മനുഷ്യനിലൂടെയാണ് യഥാർത്ഥത്തിൽ മലയാള ഭാഷയിൽ പതുക്കെയായി ഓരോ വാക്കുകളും അംഗവാചകങ്ങളും ഒക്കെ പഠിച്ചു വശാവുന്നത്. കൊയിലാണ്ടിയിലെത്തിയ ഖാദർ മലയാളം പഠിച്ചു. പരമ്പരാഗതമായ മതപഠനത്തോടൊപ്പം പാട്ടും കഥകളും മനസ്സിലാക്കി. പുതിയ ഭാഷയുടെ വാക്കും ചൊല്ലും ഹൃദിസ്ഥമാക്കി. മമ്മു മുസ്ലിയാരിലൂടെയാണ് ഞാൻ ഇതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൊയിലാണ്ടി ബോർഡ് മാപ്പിള എലിമെൻ്ററി സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. എൻ്റെ ഈ ആകാരം, മുഖം, ആകൃതി, അതുപോലെ എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം ഒക്കെ കൂടി മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുട്ടിയായിരുന്നു ഞാനെന്ന്. കാരണം പരന്ന മൂക്ക്, വട്ടമുഖം, മഞ്ഞ നിറം ഒക്കെ കൂടിയുള്ള ആ ഒരു ബർമീസ് പയ്യൻ, ഒരു ചൈനീസ് ലുക്കുള്ള പയ്യനായിരുന്നു. സ്വാഭാവികമായും സ്കൂളിൽ മറ്റ് കുട്ടികൾക്കിടയിൽ എനിക്കൊരു അംഗീകാരം കിട്ടുന്നില്ല. അവിടെ ഉമ്മാമയുടെ അനിയത്തി ഒരു മറിയക്കുട്ടിച്ചുണ്ടായിരുന്നു. മറിയക്കുട്ടിച്ച ഓരോ കഥകൾ പറയും. ഏറിയ കൂറും മാന്ത്രികപ്പായയിൽ ആകാശത്തിലൂടെ പറക്കുന്ന രാജകുമാരനും രാജകുമാരിയും, അവരെ പിന്തുടരുന്ന ദുർമന്ത്രവാദി, അവരെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് ദുഷ്ടശക്തികൾ, പറക്കുന്ന കുതിരപ്പുറത്തും ഈ പറക്കുന്ന മാന്ത്രികപ്പായയിലും ഒക്കെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇങ്ങനെ ഒരു കഥാപാത്രങ്ങളുടെ അത്ഭുത ലോകം ഞങ്ങളുടെ മുമ്പിൽ, കുട്ടികൾക്ക് മുമ്പിൽ മറിയക്കുട്ടിച്ച കാട്ടിത്തരുമായിരുന്നു. യുദ്ധാനന്തരം ഉപ്പ ബർമ്മയിലേക്ക് തിരിച്ചുപോയപ്പോൾ രണ്ടാനുമ്മയുടെ വീടായ അമേത്ത് തറവാട്ടിൽ ഖാദർ ജീവിതം തുടങ്ങി. എൻ്റെ ഉപ്പയുടെ ഉമ്മാമയുടെ മരണശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അന്നേ വീട് ഇതുപോലെ ജീർണിച്ചിരുന്നില്ല. നല്ല വീട്ടിൻ്റെ ഐശ്വര്യമുള്ള കാലമാണ്. ആദ്യം തന്നെ മുറ്റത്ത് കാണുന്നത് കറ്റ മെതിക്കുന്നതാണ്. അപ്പോൾ കൊയ്ത്തും മെരിയും ഒക്കെ നടത്തുന്ന ഒരു തറവാടാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
കറ്റ മെതിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ധാരാളം സ്ത്രീകൾ ഈ ചുമരിലൊക്കെ പിടിച്ചിട്ട് കറ്റ ചവിട്ടി മെതിച്ച് നെല്ല് മെതിക്കുന്നതാണ് കാണുന്നത്. പിന്നെ പണിക്കാർ നെല്ല് പത്തായത്തിൽ ചൊരിയാൻ വേണ്ടി ഈ പറകളിലൊക്കെ നിറച്ച് ഈ കൊലായിൽ കൂമ്പാരം കൂട്ടിയിടുന്നതും, എനിക്ക് എൻ്റേതായൊരു താമസിക്കാനുള്ളൊരു മുറി ഏർപ്പാട് ചെയ്തു തരുന്നത് ഈ തറവാട്ടിൻ്റെ ഈ മുറിയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്ന മുറി. അത് ഇതുപോലൊന്നും ആയിരുന്നില്ല, കുറേ കൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ജനൽ തുറന്നിട്ടാൽ കാണുന്നത് അത് കൊരയങ്ങാട്ട് തെരുവാണ്. കൊരയങ്ങാട്ട് തെരുവും തൊട്ട് കിഴക്കേ ഭാഗത്തായിട്ട് കാണുന്നത് തട്ടാനി TMBയുടെ സർപ്പക്കാവുമാണ്. ആ സർപ്പക്കാവിൻ്റെ അന്തരീക്ഷം ഇവിടെ എപ്പോഴും തണലായിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി ഞാൻ ഈ മുറിയിൽ ഒറ്റക്കാണ്. അന്ന് വിദ്യുത് പ്രകാശങ്ങളൊന്നും ഇല്ല, കൂമ്പി മണിയാണ് എല്ലാ മുറികളിലും. ഇവിടെ കൊലായിലൊരു ലാന്തർ വിളക്കുണ്ട്, വളരെ ഭംഗിയുള്ള പഴയ മാതൃകയിലുള്ള ലാന്തർ വിളക്കാണ്. എൻ്റെ മുറിയിൽ ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീടുമായിട്ടൊരു ബന്ധവുമില്ല. രാത്രി ഇരുട്, ഈ തെരുവിൽ നിന്ന് എപ്പോഴും ചെണ്ടമേളങ്ങളൊക്കെ കാണുക. തട്ടാനി TMBയുടെ സർപ്പക്കാവിൽ രാത്രിയാകുമ്പോൾ വല്ലാത്ത ഒരു തരം ഇരുണ്ട ശൂന്യതയാണ് കാണുക. പിന്നെ ഈ നെടുള്ളാൻ്റെയൊക്കെ ശബ്ദം. TMBയുടെ സർപ്പക്കാവിൽ നിന്ന് അന്നൊരു വേലിയേ ഉണ്ടായിരുന്നുള്ളൂ, വേലിക്കപ്പുറത്താണ് സർപ്പക്കാവ്. പാമ്പുകൾ ഇങ്ങോട്ടൊക്കെ മുറ്റത്തൊക്കെ ഇഴഞ്ഞു വരും എന്നൊക്കെയാണ് കുട്ടികളൊക്കെ പറയുക, വീട്ടിലെ ആളുകളും പറയുന്നുണ്ട്. പലപ്പോഴും ഞാൻ പാമ്പുകൾ എഴിഞ്ഞു പോകുന്നതും എഴിയുന്നതും ഒക്കെ കണ്ടിട്ടുമുണ്ട്. ഈ നടും അകത്ത് ഒരു ചീനഭരണിയുണ്ട്. ചീനഭരണിയിൽ സ്വർക്ക സൂക്ഷിക്കുന്നതാണ്. ആ സ്വർക്കഭരണിയുടെ അടിയിൽ ചെറിയ പാമ്പിൻ്റെ കുട്ടികളുണ്ടെന്നാണ് എന്നെ മറ്റു കുട്ടികൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ വീട്ടിന് മാളികയില്ല, മച്ചാണ്. അപ്പം മച്ചിൻ്റെ മുകളിലും പാമ്പുകളുണ്ട് എന്നാണ് കുട്ടികളൊക്കെ പറഞ്ഞത്. തെരുവിലെ രാമർ ചെട്ടിയാരുണ്ട്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലൊക്കെ പൂവടിക്ക് പടക്കമൊക്കെ തയ്യാറാക്കിയാൽ അതിന് തീ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഈ രാമർ ചെട്ടിയാർ. ഇപ്പം രാമർ ചെട്ടിയാരുടെ കഥകളിലൊക്കെ അതേ ഓരോ കാര്യങ്ങൾ കടവിലെ ഈ തെരുവിലെ കാര്യങ്ങൾ പറയും. അതുപോലെയുള്ള മറ്റ് ഉത്സവത്തിന് പോയാലുള്ള അവിടുത്തെ കോടിത്തട്ടിൻ്റെ ആ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരുതരം അത്ഭുത കഥകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചത്. അപ്പോൾ കുട്ടിക്കാലം മുതലേ രാമർ ചെട്ടിയാർ എൻ്റെ മനസ്സിൽ കയറിയൊരു കഥാപാത്രമാണ്. രാമർ ചെട്ടിയാർ കോടിത്തട്ടൊരുക്കാൻ അതൊക്കെ ഇവിടെ നിന്ന് ഈ അമയത്ത് നിന്നാണ് പോവുക. അതിൻ്റെ ആഘോഷത്തിൽ ഇതിൻ്റെ വെടിമരുന്നിൻ്റെ ഉപകരണങ്ങളും വെടിമരുന്നും ഗന്ധകവും അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കതിനക്കുറ്റികൾ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ വേറെ ഒന്നും ഇല്ലാതെ ഞാനും അങ്ങ് കൂടും. രാത്രി പാതിര കഴിഞ്ഞ് രാമർ ചെട്ടിയാർ വന്ന് രാമർ ചെട്ടിയാരെ തെരുവിലേക്ക് പോകും. പിന്നെ ഞാനിവിടെ വന്ന പാതിരാക്ക് ഈ മുറിയിലാണ്. അപ്പോൾ ഈ അമ്പലം മുറ്റത്തെ ദൃശ്യങ്ങളും ഇവിടുത്തെ ഇരുട്ടും ചാലിയത്തെരുവിലെ ആ ചില ദിവസങ്ങളിലുള്ള വാദ്യത്തിൻ്റെ മുഴക്കവും ഒക്കെ കൂടിയായിട്ട് എൻ്റെ വല്ലാതെ ഒരു എന്താ പറയുക, ആ ഒരു തരം എന്താണ് എന്ന് നിരൂപിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശബ്ദങ്ങളുടെയും ചലനങ്ങളുടെയും നിഴലുകളുടെയും ഒക്കെ നടുവിലായിരുന്നു എൻ്റെ രാത്രികാലങ്ങളിലൂടെ. ആ തെരുവിൽ അക്കാലത്ത് ധാരാളം കുഴിത്തറികളുണ്ടായിരുന്നു, കൈത്തറി യന്ത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുഴിത്തറികളിൽ നിന്നും കൈത്തറി യന്ത്രങ്ങളിൽ നിന്നും പകലൊക്കെ അത് പ്രവർത്തിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുക. ഇതാണ് കൊരയങ്ങാട്ട് തെരുവ്. ഗണപതി അമ്പലത്തിൽ നിന്ന് തുടങ്ങുകയും ദേവീക്ഷേത്രത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന തെരുവിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. തെരുവ് ആരംഭിക്കുന്നിടത്ത് ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒട്ടുമിക്ക കഥകളിലെയും ഒരു പശ്ചാത്തലം ഈ തെരുവാണ്. അതിന് കാരണം ഈ തെരുവിൻ്റെ അപ്പുറത്ത്, ഒരു വേലിക്കപ്പുറത്ത് ആണ് എൻ്റെ തറവാട് വീട്, എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച തറവാട് വീട്.
ആ വേലി കടന്ന് ഇപ്പുറത്ത് തെരുവിലെ കുട്ടികൾക്കൊപ്പമാണ് എൻ്റെ കൗമാരത്തിലെ കളിക്കൂട്ടുകാരൊക്കെ ഈ തെരുവിലുള്ളവരായിരുന്നു. അപ്പോൾ അയൽപക്കത്തെ എൻ്റെ ചരുമുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ തെരുവിലുള്ള രാത്രികാലങ്ങളിലെ ആരാധനകളുടെ ശബ്ദങ്ങളും പകൽ ഈ കുഴിത്തറിയുടെയും അതുപോലെ തന്നെ തറിയുകളുടെയും ഒക്കെ വരുന്ന നെയ്ത്തിൻ്റെ ശബ്ദങ്ങൾ, അങ്ങനെ ഒരുതരം പകലും രാത്രിയും ശബ്ദമുഖരിതമായിരുന്നു എൻ്റെ ബാല്യം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ പകൽ സമയങ്ങളിലെ കളിക്കൂട്ടുകാരനും ഞാനുമായിട്ട് സഹവസിച്ചവരുമെല്ലാം ഈ തെരുവിലാണ്. ഈ തെരുവ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട തെരുവിലെ മണ്ണാണ് എൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനശീല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ നിലപാട് തറ, അത് തന്നെയാണ് പറയേണ്ടത്, എൻ്റെ നിലപാട് തറ ഞാൻ സ്വരുക്കൂട്ടിയത് ഈ മണ്ണിൽ ചവിട്ടിയാണ്. കണ്ടുമുട്ടിയവർ പറഞ്ഞ നാട്ടുകഥകളും പുരാവൃത്തങ്ങളും വർണ്ണപ്പൊലിമയോടെ ഖാദറിന്റെ കൗമാര മനസ്സിലേക്ക് ചേക്കേറി. പരദേശത്തെത്തിപ്പെട്ട ഒരു സഞ്ചാരിയുടെ കൗതുകത്തോടെ കണ്ടതും കേട്ടതുമെല്ലാം സൂക്ഷ്മമായി ഖാദർ ഉള്ളിൽ പകർത്തിവെച്ചു. അവ മൊഴിയാഴങ്ങളുടെ നിറവിൽ കഥാബീജങ്ങളായി വളർന്നു. CH മുഹമ്മദ് കോയ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സജീവമായ സ്ഥാനം വഹിച്ച വ്യക്തി. സംഗതി വശാൽ അദ്ദേഹവും ഞാനും തമ്മിൽ കാണേണ്ട ഒരു സന്ദർഭമുണ്ടായി. അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം തന്നെയായിരുന്നു. എനിക്കൊരു പുസ്തകം തന്നു. ആ പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയ്യിൽ പിടിക്കുന്ന, കയ്യിൽ എന്തുന്ന, നിവർത്തി നോക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകം എടുത്ത് വായന തുടങ്ങിയപ്പോഴാണ് മറ്റൊരു ലോകം കാണുന്നത്, മറ്റൊരു ജീവിതം കാണുന്നത്. സൊഹറ, മജീദ് തുടങ്ങിയ വ്യക്തികളുടെ ജീവിതം. അത് വായിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പുസ്തകത്തിൽ ലയിച്ചു. വായനയിലുള്ള എൻ്റെ ഒരു താല്പര്യം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അടുത്ത ആഴ്ച വന്നപ്പോൾ അദ്ദേഹം CH മുഹമ്മദ് കോയ എന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വായനശാലയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ അംഗമാക്കുകയും ചെയ്തു. നിരന്തരമായ എൻ്റെ വായനയിലൂടെയാണ് എഴുതാനുള്ള കമ്പം എന്നിലുണ്ടായത്. എഴുതാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. ഒരു തരം ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു എൻ്റെത്. ഈ ഒറ്റപ്പെടലാണ് എന്നെ എഴുത്തിന് പ്രേരിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒറ്റപ്പെടലിനെ തന്നെ കുറിച്ച് തന്നെ ഞാനൊരു കഥ എഴുതി, വിവാഹ സമ്മാനം എന്ന കഥ. വിദ്യാർത്ഥിയായിരിക്കെ നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു ഖാദർ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ചിത്രകലാ പഠനത്തിനായി ഖാദർ മദ്രാസിലേക്ക് പോയി. MA പഠിക്കുകയാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ. ജയകേരളത്തിൻ്റെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ കുട്ടികുപ്തനും ഒക്കെ ആയിട്ട്. അന്നത്തെ നല്ല എഴുത്തുകാരൊക്കെ മാതൃഭൂമി ആഴ്ചവയ്പ് കഴിച്ചാൽ പിന്നെ ജയകേരളത്തിലാണ് എഴുതിയിരുന്നത്. പിന്നെ പുറം നാട്ടിലുള്ള വിദേശ മലയാളികൾ, അന്ന് പ്രവാസി എന്നുള്ള വാക്കില്ല, വിദേശ മലയാളികളൊക്കെ. അന്നാണ് ഖാദർ ഈ സ്കൂൾ ഓഫ് ആർട്സിൽ KCS പണിക്കരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാനും അവിടെ പോകുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ MB ദേവൻ അവിടെ ഉണ്ടായിരുന്നു. ദേവനുമായിട്ട് എനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പരിപാടികളും എക്സിബിഷനും ഒക്കെ പോകും. അവിടെ നിന്നാണ് ഖാദറിനെ ആദ്യം പരിചയപ്പെടുന്നത്. മലയാളത്തിൽ മുസ്ലിം സമുദായത്തെ അടിസ്ഥാനമാക്കി, മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഞാൻ എഴുതിയ ചങ്ങല എന്ന നോവൽ, എൻ്റെ ആദ്യത്തെ നോവൽ, മുസ്ലിം സാമൂഹ്യ ജീവിതമാണത്. മുസ്ലിം സമുദായത്തിൻ്റെ സാമുദായികമായ ഏറ്റക്കുറച്ചിലുകളും ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു നോവലായിരുന്നു ചങ്ങല. ആ നോവൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് എനിക്ക് നിരാശയുണ്ടാക്കി. ഇങ്ങനെ എഴുതി പോകുന്നതിനിടെയാണ് ഞാൻ എൻ്റേതായ ഒരു തട്ടകം വേണമല്ലോ മലയാള ഭാഷയിൽ എന്ന് ചിന്തിക്കുന്നത്. ഞാനെന്നൊരു എഴുത്തുകാരന് നിലനിൽക്കണമെങ്കിൽ
ഞാനെന്നൊരു എഴുത്തുകാരനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ കഥ എഴുതണമല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി ഈ കാലഘട്ടത്തിൽ. തൃക്കോട്ടൂർ എന്ന് പറഞ്ഞ ഗ്രാമം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള പരിചിത ഗ്രാമമാണ്. ആ പ്രദേശത്തെ നാട്ടുജീവിതവും ആ പ്രദേശത്തെ ആളുകളും ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷവും എൻ്റെ ചെറുപ്പത്തെ ആകർഷിച്ചിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ കഥകളുടെ നാടായിരുന്നു തിക്കോടി, പഴയ തൃക്കോട്ടൂർ അംശം കഥകളുടെ നാടായിരുന്നു. അങ്ങനെ ഇയാൾ ആ തൃക്കോട്ടൂർ പെരുമ എന്ന് പറഞ്ഞ് ഇയാളുടെ അതിന് മുമ്പേ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ പെട്ടെന്ന് പ്രസിദ്ധനാക്കിയത് അതാണ്. എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കൊയിലാണ്ടിയും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള യക്ഷികഥകൾ, പഴംപുരാണങ്ങൾ, അത് മാപ്പിള ഭാഷയിലല്ല. മാപ്പിള ഭാഷയാളിനെ പ്രതീക്ഷിക്കാതെ നമ്മൾ യുവ ഖാദർ എഴുതുമ്പോൾ അതൊന്നുമല്ല. അന്നത്തെ അവിടുത്തെ താണജാതിക്കാരായിട്ടുള്ള ആളുകൾ, സാധാരണ മനുഷ്യർ സാധാരണ സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷയിലുള്ള മിത്തോളജി, മന്ത്രവാദികളുടെ കഥകൾ, ഇതൊക്കെ കൂടി കിട്ടാണ് തൃക്കോട്ടൂർ പെരുമ വന്നത്. അവിടെ MC ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുടെ ബീഡി കട ഉണ്ടായിരുന്നു. അപ്പം ഇത് നാട്ടിലെ പറയുകയാണെങ്കിൽ ഈ പുരോഗമന പക്ഷക്കാരായ മുസ്ലിം ചെറുപ്പക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഈ മുസ്ലിം ചെറുപ്പക്കാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാരായിരുന്നു. ആ മുക്കിൽ ഞാനും ചെന്നിരിക്കാൻ തുടങ്ങി. മേശവിളക്ക് കുഞ്ഞിരാമായിട്ട്, അതുപോലെ വൈദ്യർ എന്ന് പറയുന്ന വേറൊരു കഥാപാത്രം, മറ്റൊരാൾ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഒരു മാഷ്, കൃഷ്ണൻ മാഷ്, ചെങ്ങോട്ടുകാവിൽ നിന്ന് വരുന്ന ചന്തുക്കുട്ടി നായർ എന്ന് പറഞ്ഞ സഖാവുണ്ട്. പിന്നെ ചാത്തുക്കുട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ലോക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ സെക്രട്ടറി ആയിരുന്നു. ഇവരൊക്കെ ഈ ജനകീയ മുക്കിൽ ഒത്തുചേരും. ജനകീയ മുക്കിൽ ഒത്തുചേരുമ്പോൾ അവിടെയുള്ള വീടി തൊഴിലാളികളുണ്ട്. തൊട്ടപ്പുറത്ത് അച്ചുവട്ടൻ്റെ ഒരു ചുരുട്ട് വീടിയുണ്ട്, അവിടുത്തെ തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളും ഇവരും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു വല്ലാത്ത സഹവർത്തിത്വത്തിൻ്റെ, ഒരു തരം പരസ്പര സ്നേഹത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ഒക്കെ ഒരു ചരട് കൊണ്ട് എല്ലാവരെയും ബന്ധിപ്പിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. 1950കളിൽ കേരളം പുരോഗമന സാമൂഹ്യ വ്യവഹാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കൊയിലാണ്ടിയിലും അവ ചലനങ്ങളുയർത്തി. സുഹൃത്തുക്കളോടൊപ്പം UA ഖാദറും അതിന്റെ ഭാഗമായി പാരമ്പര്യത്തോട് പ്രതിഷേധിച്ചു. പ്രതീക്ഷയോടെ പുതിയ ചുവടുവയ്പ്പുകൾക്ക് മുന്നിട്ടിറങ്ങി. ജനകീയ മുക്ക് എന്നുള്ള പേര് ഉണ്ടാക്കിയത് UA ഖാദർ. പക്ഷെ ഞാനൊരു പീടികക്കാരനാണ്. അത് എപ്പോഴും വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ UA ഖാദർ പീടിയിലെത്തും. ഞങ്ങളുടെ സ്വന്തമായിട്ട് വല്ല രാഷ്ട്രീയ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. അതിൽ ഞാൻ മാത്രമല്ല, PNM കോയട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. പ്രോഗ്രസീവ് മുസ്ലിം ലീഗ് എന്നുള്ളൊരു രാഷ്ട്രീയ ചർച്ച ഞങ്ങളുണ്ടായി. അത് കാലക്രമേണ മുസ്ലിം എന്നുള്ള പേര് ഒഴിവാക്കണം എന്നുള്ളൊരു ധാരണ എത്തിക്കഴിഞ്ഞു. പിന്നെ പ്രോഗ്രസീവ് ലീഗായി. ഇതിൽ ആരെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ടാവും. അത് ഒരു രാഷ്ട്രീയമായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു പ്രകടനം വേണം എന്ന് പറഞ്ഞാൽ വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തന്നെ അത് മതി. തിരയിലുള്ള ആളുകൾ 10-100 ആളുകളോളം ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാം ഒന്നായിട്ട് കൈകൊട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നായിട്ട് എത്തും, പ്രകടനം നടത്തും, പ്രസംഗിക്കും. ചന്തുകുട്ടിയാർ അയാളാണ് ഞങ്ങളുടെ നേതാവ്. ഇതിലെല്ലാം സജീവമായിട്ട് ഖാദറുണ്ടാവും. ഖാദർ പിന്നെ സാഹിത്യകാരനാണ്. പിന്നീടാണ് സാഹിത്യത്തിലേക്ക് നീങ്ങിയത്. കഥ എഴുതും. നമ്മളെ എന്നെ സംബന്ധിച്ചെല്ലാം എത്രയോ കഥയുണ്ട്. മറ്റേ മാതൃഭൂമിയിൽ വരും, പിന്നെ ദേശാമാലി വീക്കിലിയിൽ വരും,
ചിന്തയിൽ വരും, എല്ലാത്തിലും ഞാനുണ്ടാവും. അധികം എൻ്റെ പേരുണ്ടാവും. എഴുതി ഉണ്ടാക്കിയ കഥ എന്ന് വെച്ചാൽ ഒരു രൂപം ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിൽ പറയുക എൻ്റെ പേര് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. മമ്മീനോട് പറയുമ്പോൾ അമ്മിക്ക നിങ്ങളെ ഞാൻ അതിൽ ചേർത്തിട്ട് ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാളുടേനു. അങ്ങനെ ഇവരെല്ലാം കഥയിൽ ഉൾപ്പെടുത്തു. ഇവരൊന്നും ഇല്ലാത്തൊരു കഥ ഉണ്ടായില്ല. എഴുത്ത് വികസിച്ചപ്പോൾ തൃക്കോട്ടൂരിന്റെയും പന്തലായനിയുടെയും ദേശവൃത്താന്തങ്ങൾ ജൈവികമായ സൂക്ഷ്മതയോടെ ഖാദറിന്റെ നിരവധി കഥകളായി പുനർജനിച്ചു. തൃക്കോട്ടൂർ പെരുമ, തൃക്കോട്ടൂർ കഥകൾ, അഘോര ശിവം, വായേ പാതാളം, പന്തലായനിയിലേക്കൊരു യാത്ര, ഒരു പടകാളിപ്പെണ്ണിന്റെ ചരിതം, തൃക്കോട്ടൂർ നോവല്ലകൾ, ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് തുടങ്ങി ശ്രദ്ധേയമായ ആഖ്യാനങ്ങൾ ഖാദർ എഴുതി. കഥയാവട്ടെ നോവലാവട്ടെ, സാധാരണ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഖാദറിന്റെ കഥകളും നോവലുകളും. നമ്മൾ സാധാരണമായിട്ട് ചെറുകഥയുടെ ഘടനയിൽ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു ഘടന പാശ്ചാത്യമായിട്ടൊരു ഒരു മാതൃകയാണ്. എന്നാൽ ഈ കേരളീയമായിട്ടുള്ള ഒരു കഥ പറയുന്ന രീതിയുണ്ട്. ഉദാഹരണത്തിന് കൂത്ത് അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ, ഇത്തരത്തിൽ കഥകളും ഉപകഥകളും കഥാകാരൻ സ്വയം കഥയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു കേരളീയമായ കഥ പറച്ചിലിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വളരെ കുറച്ച് എഴുത്തുകാരിൽ ഒരാളാണ് ശ്രീ ഖാദർ. മലയാള കഥയിൽ ഒരു ദേശത്തെ ശക്തമായി അടയാളപ്പെടുത്തിയ കഥാകാരനാണ് യു.എ. ഖാദർ. ദേശം എന്ന് പറയുമ്പോൾ അതൊരു ഉപസംസ്കൃതിയാണ്. ഒരുപക്ഷെ നമ്മുടെ നോവൽ ചരിത്രത്തിൽ സി വി രാമൻപിള്ള തെക്കൻ തിരുവിതാംകൂറിൻ്റെ ജനജീവിതവും സംസ്കാരവും ഭാഷയും കൊണ്ട് ഒരു വലിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ പിന്തുടർച്ച വളരെ വിരളമായി മാത്രമേ പിന്നീട് നമ്മുടെ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ യു.എ. ഖാദറിൻ്റെ രചനകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. കോരപ്പുഴയ്ക്കും ചന്ദ്രഗിരിപ്പുഴയ്ക്കും ഇടയിലുള്ള ഒരു ചെറിയ ഭൂപ്രദേശം, അതൊരു ഉപസംസ്കൃതിയുടെ പ്രദേശമാണ്. ഉപസംസ്കൃതിയുടെ നാടായി നമുക്കതിനെ കാണാം. ആ പ്രദേശത്തെ ജനജീവിതത്തിൻ്റെ സ്പന്ദമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. ഈ മഖാമിന് ഒരു പഴയ ചരിത്രമുണ്ട്. ടിപ്പു സുൽത്താൻ കരമൊഴിവാക്കി കൊടുത്ത പ്രദേശമാണിത്. ഇവിടെയുള്ള പൂർവികന്മാർ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കുഞ്ഞിശ്ശേരി കോയത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇനാംദാർ തങ്ങന്മാർ എന്നതാണ് ഇവിടെ ജീവിക്കുന്ന, ഇവിടെ കഴിയുന്ന തങ്ങന്മാരെക്കുറിച്ച് പറയാറുള്ളത്. ഇനാംദാർ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ കരമൊഴിവാക്കി കൊടുത്ത വ്യക്തികളുടെ സമൂഹമാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ധാരാളം ആളുകൾ തീർത്ഥാടകന്മാരായിട്ട് എത്താറുണ്ടായിരുന്നു. വലിയ സീതി കോയത്തങ്ങൾ എന്ന ഒരു ദിവ്യൻ ഇവിടെ മറവാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഇതിനകത്തുള്ളത്.
അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ആണ്ടടി എന്നരങ്ങൾ പണ്ട് അക്കാലത്ത് വളരെ ആഘോഷത്തോടുകൂടി നടത്താറുണ്ടായിരുന്നു. ആഘോഷത്തോടുകൂടി എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ നേർച്ചയുടെ ആർഭാടങ്ങളോടുകൂടിയുള്ള ആഘോഷത്തെക്കുറിച്ചാണ്. യു.എ. ഖാദർ എന്ന കഥാകൃത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കൊയിലാണ്ടിയല്ല, പഴയ പന്തലായനിയാണ് തെളിഞ്ഞു വരുന്നത്. പഴയ പന്തലായനി എന്ന് വെച്ചാൽ പടിഞ്ഞാറ് വമ്പിച്ച ഒരു തുറമുഖം, ചീനക്കപ്പലുകളും അറബിക്കപ്പലുകളും എല്ലാം വന്നടുത്ത് റിപ്പയർ ചെയ്തു പോകുന്ന ഒരു തുറമുഖമായിരുന്നു പന്തലായനി ആ കാലത്ത്. ഉള്ളിലേക്ക് കിഴക്കോട്ട് പോയാൽ ഈ തുറമുഖത്തിന്റെ ഒരു ഹിൻഡർലാൻഡ്, അതായത് പിൻനാട്, ആ നാടാണ് തൃക്കോട്ടൂർ പെരുമ, അഘോരശിവം മുതലായ കൃതികളിലൊക്കെ തെളിഞ്ഞു വരുന്ന നാട്. ആ നാടിന്റെ പശ്ചാത്തലത്തിലാണ് യു.എ. ഖാദറിന്റെ കഥാപാത്രങ്ങളെല്ലാം വ്യവഹരിക്കുന്നത് എന്നാണ് പൊതുവെ പറയാവുന്ന ഒരു കാര്യം. ഈ പന്തലായിനി ലോകപ്രസിദ്ധമായിരുന്നു. ഫന്തരീന എന്ന പേരിലാണ് ഇത് പഴയ മധ്യകാല അറബി യാത്രാ വിവരണങ്ങളിലൊക്കെ കാണും. ഒരു സമുദ്ര വ്യവസ്ഥ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു സമുദ്ര വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇന്ത്യ സമുദ്ര ലോക വ്യവസ്ഥ എന്നൊന്ന് സങ്കല്പിക്കാമെങ്കിൽ ആ വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ പന്തലായനിയും പന്തലായനിയുടെ പിന്നിലേക്കുള്ള കുറുമ്പർനാട് എന്ന് നമ്മൾ പഴയ രേഖകളിൽ പറയുന്ന പ്രദേശം. ഈ പന്തലായനി പ്രദേശത്തെ, അതായത് പഴയ പയ്യനാട്ട് കരയിലെ ജീവിതം കരുപ്പിടിക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രദേശം എന്ന നിലയ്ക്ക്, ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ഒന്നും ഒരു സമുദായത്തിന്റെ പ്രദേശം എന്ന നിലയ്ക്കല്ല, ഇവരെല്ലാം ഉൾപ്പെട്ടു വരുന്ന ഒരു ലോക വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് പന്തലായനി കൊല്ലം, പഴയ പയ്യനാട്ടുകര. ആ പയ്യനാട്ടുകരയുടെ പല വിശേഷങ്ങളെ കുറിച്ചാണ് യു.എ. ഖാദർക്ക് പറയാനുള്ളത്. ഖാദർ ഒരു ദേശത്തിന്റെ എഴുത്തുകാരനെന്ന് പറയുന്നതിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് എന്താ വെച്ചാൽ ആ നാട്ടിലെ ആളുകളുടെ കഥകൾ അദ്ദേഹം പറയുന്നത്, നാടൻ കഥകളാണത്. അവിടുത്തെ പ്രമാണിമാര്, അവിടുത്തെ ജന്മിമാര്, അവിടുത്തെ സ്ത്രീകള്, അവിടുത്തെ യുവാക്കള്, അവിടുത്തെ ഹാജിമാര്, അങ്ങനെ ആ തീർത്തും നാടനായ കഥകളാണ്. അതിന് വേറൊരു തലമുള്ളത്, ആ കഥ പറയാൻ വേണ്ടി അദ്ദേഹം കുറെ കാലമായിട്ട് അവിടുത്തെ ഭാഷ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഖ്യാന ഭാഷ തന്നെ തൃക്കോട്ടൂർ തട്ടകത്തെയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് നിലയ്ക്കാണത്. പലപ്പോഴും ആളുകൾ അവിടുത്തെ കഥ പറയും, പക്ഷെ അത് ഒരു വരമൊഴിയില്ല, അല്ലെ അവനവന്റെ ഭാഷയിലാണ് പറയാം. ഖാദർ അങ്ങനെയല്ല. തായങ്ങാടി മക്കാം എന്ന സ്ഥലമാണിത്. മക്കാമിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച് ഇവിടുത്തെ തങ്ങൾക്ക് കൊടുത്തതാണ്. അതിന് പറ്റിയ ഒരു പഴയ മിത്തുണ്ട്. ഈ ടിപ്പു സുൽത്താൻ്റെ വരവ് ഇവിടുത്തെ തങ്ങൾ ടിപ്പു സുൽത്താൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത്രയും എന്ത് ചികിത്സ നടത്തിയിട്ടും ആ മുറിവ് മാറുന്നില്ല. ഒടുവിൽ ഇവിടുത്തെ തങ്ങൾ അദ്ദേഹം ഭസ്മത്തിൽ എന്തോ ഒരു മരുന്ന് ചാലിച്ച് മുറിവിൽ കെട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു 3 ദിവസം കൊണ്ട് ആ മുറിവ് കരിഞ്ഞുണങ്ങി എന്നാണ് ഒത്തു. ഖാദറിൻ്റെ ഭാഷാശൈലിയെ സ്വാധീനിച്ച പ്രധാന ഘടകം വടക്കൻ പാട്ടുകളാണ്. വടക്കൻ പാട്ടുകളുടെ ഒരു താളക്കെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആകമാനം കാണാം. കഥ പറയുന്നതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ചൊല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു താളം സന്നിവേശിപ്പിക്കുന്ന രീതി
അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതയാണ്. ആവർത്തിച്ചു പറയൽ, താളത്തിലാക്കൽ. ഞങ്ങൾ വടക്കർ എല്ലാം താളത്തിൽ ചൊല്ലുന്നവരാണ് എന്ന് അദ്ദേഹം ഒരു നോവലിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം തന്നെ ഏറ്റു പറയുന്നത് നമുക്ക് കാണാം. ഇത് ഭാഷാശൈലിയുടെ സവിശേഷതയാണ്. പരമാവധി ആ ദേശത്തെ നാടോടി വാങ്മയങ്ങൾ കഥയുടെ ആഖ്യാന ശൈലിയിൽ പോലും സന്നിവേശിപ്പിക്കാൻ ഖാദർ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് തൃക്കോട്ടൂരിൻ്റെ ആവി. എൻ്റെ പല കഥകളിലും ഈ നീരൊഴുക്ക് വന്നിട്ടുണ്ട്. ഈ കര തിക്കോടി അങ്ങാടിക്കര ആണ്. തിക്കോടി അങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശമാണ് ഈ ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് കാരേക്കാട് എന്ന പ്രദേശം, കാരേക്കാട് എന്ന് പറഞ്ഞത് രണ്ടും ഈ തൃക്കോട്ടൂർ അംശത്തിൽ തന്നെ പെടുന്ന കരകളാണ്. പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള ജീവിതമാണ്. ഇവിടെ ഇപ്പോൾ ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് എന്ന കഥയിലെ ഈ ജാനകി, അന്ന് ഇതുപോലെ പാലം ഉണ്ടായിരുന്നില്ല. ജാനകി വൈകുന്നേരങ്ങളിൽ ചൂടിക്കെട്ട് തൂക്കി വാങ്ങാൻ വേണ്ടി ഈ ആവി കടന്നാണ് കണാരൻ്റെ ഈ ചട്ടുകാരൻ കുമാരൻ്റെ പീടികയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ചിരതക്കുട്ടിയുടെ തീയൻ എന്ന കഥയിലും ആവിക്കരയിലെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. തിക്കോടിയുടെ മനസ്സ് തന്നെയാണ്. കാരണം ഈ നീരൊഴുക്ക് ഒരിക്കലും വറ്റാറില്ല. വടക്കൻ മലബാറിലെ സംസ്കാരത്തെ ഇത്ര തനിമയോടെ അവതരിപ്പിച്ച ആളുകളുണ്ടാവുമോ എന്ന് പറയാൻ സംശയമാണ്. പക്ഷെ ആ ഒരു പൊലിമ യു എ ഖാദറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ കഥാപാത്രത്തിനും അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലൂടെ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു തെയ്യത്തിൻ്റെയോ തിറയുടെയോ അതുപോലെയുള്ള ഒരു പൊലിമ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ പ്രാക്ടീസിൻ്റെ ആദ്യത്തെ കാലത്ത് ഞാൻ ഒരു വടകരയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അന്നാണ് എനിക്ക് ഖാദർക്കയുടെ കഥാപാത്രങ്ങൾ ശരിക്കും ജീവനോടെ എനിക്ക് ചുറ്റും ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വടക്കൻ മലബാറിലെ ഭാഷയുടെ ഖനിയാണ് യു എ ഖാദറിൻ്റെ കൃതികൾ. പുലിമറ ദൈവത്താർ, അതേപോലെ തന്നെ വായേ പാതാളം എന്ന് പറയുന്ന നോവലിലൊക്കെ ആ ഒരു അധസ്ഥിതൻ്റെ പ്രതിരോധം കൃത്യമായിട്ട് അതിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. വായേ പാതാളത്തിലെത്തുമ്പോൾ പുതിയ കാലത്തെ വർഗീയത എങ്ങനെയാണ് ഈ നാട്ടുമ്പുറങ്ങളിലേക്ക് വരുന്നത്, അതിനെതിരായിട്ട് ഈ അധസ്ഥിതരുടെ പ്രതിരോധം, അതേപോലെ തന്നെ പുതിയ തലമുറയിലെ ആളുകളുടെ ഈ തെരുവ് നാടകങ്ങളിലൂടെയുള്ള പ്രതിരോധവും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് നമുക്ക് വായേ പാതാളത്തിൽ കാണാൻ സാധിക്കും. സൗന്ദര്യവും കാമനയുടെ തിരയിളകുന്ന ശരീരവുമുള്ളവരാണ് ഖാദറിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ. വടക്കൻ പാട്ടിലെ വീരാംഗനമാരുടെ മെയ്ക്കരുത്തും മനക്കരുത്തുമുള്ള പെണ്ണുങ്ങൾ. തങ്ങളെ ഇരയാക്കുന്ന വ്യവസ്ഥയ്ക്കെതിരെ പ്രതികാരം ചെയ്യുന്നവരാണ് അവർ. പെൺതെയ്യങ്ങളും യക്ഷികളും പോതികളുമൊക്കെയായോ പടകാളി പെണ്ണുങ്ങളായോ അവർ സാന്നിധ്യമറിയിക്കുന്നു. അപ്പോൾ അതിൽ കടന്നു വരുന്ന സ്ത്രീകൾ തമ്പുരാട്ടിമാരല്ല, രാജ്ഞിമാരല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളി സ്ത്രീകളാണ്. പക്ഷെ തൊഴിലാളി സ്ത്രീകൾ അവരുടെ തൊഴിലിലുള്ള കരുത്തുകൊണ്ടും അവരുടെ ആത്മാഭിമാനം കൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും സ്വയം നേരിടാൻ അവർക്ക് കഴിയും. തൊട്ടാവാടികളല്ല അവർ. വളരെ കരുത്തുള്ള കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ചും ആഢ്യ ജീവിതത്തിൽ നിന്ന് അന്യമായ ജനകീയ ജീവിതത്തിൻ്റെ ഒരു വ്യാകരണം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ യു എ ഖാദർ തൻ്റെ കൃതികളിൽ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. മദ്രാസിലെ ചിത്രകലാ പഠനം മുടങ്ങിയെങ്കിലും തന്റെ ചിത്രരചനാഭിരുചി ഖാദർ വളർത്തിയെടുത്തു. നാട്ടുകാഴ്ചകളും അനുഷ്ഠാന രൂപങ്ങളും കടും വർണ്ണങ്ങളിൽ അദ്ദേഹം ആവിഷ്കരിച്ചു. എഴുത്തിലൂടെ സൃഷ്ടിച്ച ഭാവനാലോകത്തിന്റെ പുനരാവിഷ്കാരങ്ങളായി മാറി ഖാദറിന്റെ ചിത്രങ്ങൾ. കണക്ക് ചോദിക്കാൻ, പകരം ചോദിക്കാൻ, നാട്ടില് നേരുകേടുകളുടെ നേരെ വിര ചൂണ്ടാൻ കരിങ്കുട്ടിച്ചെറിയോൻ വാളാൽ വീഴ്ത്തിയ വാഴും പെരിയോൻ ഇപ്പോഴും ചത്തിട്ടില്ല. പെരിയോന് വിളിച്ചുണർത്തി എല്ലാ കണക്കും നമുക്ക് പറയിക്കണം. ആരാണെന്നറിയണ്ടേ? അതാ കുഞ്ഞിക്കേളപ്പ കുറുപ്പ്. എന്താ കണക്ക് ചോദിക്കുക?
കുറുപ്പാളോട് കണക്ക് ചോദിക്കുക. അതെ, നാട്ടിലെ നന്മയുടെ കൂമ്പുകൾ ഞെരിച്ചു കളഞ്ഞതിന്റെ കണക്ക്, പഴങ്കഥ പറഞ്ഞ് കുഴിച്ചു മൂടിയ നാട്ടിലെ ഇളമുളകളുടെ കണക്ക്, പാതാളത്തിന്റെ ഇരുളിലിറങ്ങിയ ജീവിതങ്ങളുടെ കണക്ക്, മാറ്റിയ നേരി കാണുന്ന തലകളുടെ കണക്ക്, പിച്ചു ചീന്തിയ ജീവിതങ്ങളുടെ കണക്ക്, കിണറ്റിൽ പൊന്തിയ തലയില്ലാത്ത അനാഥ ശവം, ഇരുളിലില്ലാതായ കുഞ്ഞുപോകും, എണ്ണിയാൽ തീരാത്ത ദുർമരണങ്ങൾ, എല്ലാ കണക്കും ചോദിക്കുന്ന ദിവസങ്ങളിലെ കുംഭം 10 കുടിപ്പകകളും വൈരങ്ങളും കണക്ക് തീർക്കുന്നത് വായേ പാതാളത്തിലെ കുരുതിക്കളത്തിലല്ലേ, പാതാളം കാവിൽ വെച്ച് കാണാം. സമൂഹത്തിന്റെ അതിരുകളിൽ നിൽക്കുന്ന കീഴാള മനുഷ്യരും ഖാദറിന്റെ കഥാലോകത്തിൽ മിഴിവോടെ ദൃശ്യരാകുന്നു. മണ്ണിൽ പണിയുന്ന അവർ ഗ്രാമത്തിന്റെ ചൂട്ടുവെളിച്ചങ്ങളായി മാറുന്നു. കെ കേളപ്പന്റെ കൂടെ കോഴിക്കോട്ട് സത്യാഗ്രഹത്തിൽ ഉപ്പു കുറുക്കാൻ പോകുന്നുണ്ട് വായേ പാതാളത്തിലെ കുങ്കർ. സ്വരാജ്യത്തിനായി വിയർപ്പൊഴുക്കിയ അവർക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല എന്ന് ഖാദറിന്റെ കഥാപാത്രം പറയുന്നു. ഇത്രയേറെ സ്റ്റൈലൈസേഷനുള്ള ഒരു കൃതി, നോവലിന്റെ ഭാഷയിൽ തന്നെ എന്തൊരു വ്യത്യാസമാണ് ഖാദർ സാർ എഴുതുന്ന കൃതികൾക്ക്. തൃക്കോട്ടൂർ പെരുമകളുടെ വേറൊരു ഏറ്റവും ക്രീമായിട്ടുള്ള വേറൊരു പോർഷനാണല്ലോ ഈ വായേ പാതാളം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയേറെ എന്താ പറയുക ശക്തി, ഊർജം, ഒരു തരത്തിൽ യു ഡു ഇറ്റ് എന്നിട്ട് ആ നോവലിങ്ങനെ പുഷ് ചെയ്യുന്നൊരു അവസ്ഥ വന്നു. സത്യത്തിൽ ഇന്നിപ്പോ 25 കൊല്ലം മുന്നെയാണ് ഞാൻ ആ നാടകം ചെയ്തത്. സത്യത്തിൽ ഇപ്പോഴാണ് ഏറ്റവും പ്രസക്തമാകുന്നത് ആ നോവൽ കൂടുതൽ ഇന്നത്തെ സോഷ്യൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ. അത് വേറെ തരത്തിൽ ഒരു പക്ഷേ ക്രാഫ്റ്റ് മാറിയിട്ടുണ്ടാവും നോവലിൻ്റെയോ അല്ലെങ്കിൽ നാടകത്തിൻ്റെയോ ഒക്കെ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സോ മച്ച് റെലവൻറ്റ്. കഥാപാത്രങ്ങളെ എന്നതുപോലെ പ്രധാനമാണ് ഒരു എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന സാങ്കല്പിക പ്രദേശവും. മാർക്കേസിന്റെ മക്കോണ്ടോ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഹുവാൻ റൂൾഫോ സൃഷ്ടിച്ച കൊമാലയും നമുക്ക് അറിയാം. അവരെയെല്ലാം മഹാരഥന്മാരായ എഴുത്തുകാരായി നാം പരിഗണിക്കുന്നതിന് കാരണം അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ എന്നതുപോലെ അവർ സൃഷ്ടിച്ച ഈ ഭൂമികയും കാരണമാണ്. ഇവിടെ നമ്മൾ മാക്കോണ്ടയെ കുറിച്ച് വായിച്ചറിയുന്നതിന് എത്രയോ മുമ്പ് തൃക്കോട്ടൂർ എന്ന് പറയുന്ന മറ്റൊരു മഹിത ഭൂമിക, മറ്റൊരു സാങ്കല്പിക ജനപദം സൃഷ്ടിച്ച മഹാനായ എഴുത്തുകാരനാണ് വിവേകാനന്ദ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യ ഭൂമിയിൽ നിന്ന്, അന്യരാജ്യത്ത് നിന്ന് വന്ന് ഇവിടെ വേര് പിടിച്ച ഒരു കുട്ടി ഈ പ്രദേശത്തിന്റെ സംസ്കാരത്തെയും മിത്തിനെയും ഉൾക്കൊള്ളുക മാത്രമല്ല, തന്റെ പ്രഭ നിറഞ്ഞ സർഗാത്മക മണ്ഡലത്തിൽ അവയ്ക്ക് ഒരു പുതുരൂപം നൽകുന്നതിൽ വിജയിക്കുകയും ചെയ്തു. തൃക്കോട്ടൂർ പെരുമ, തൃക്കോട്ടൂർ തട്ടകം തുടങ്ങിയ സംജ്ഞകളിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ച ബഹുവർണ്ണങ്ങൾ കലർന്ന വിവിധ വികാരങ്ങളാൽ സമ്പന്നമായ കഥാപാത്രങ്ങളും ജീവിത പരിസരങ്ങളും മലയാള ഭാഷ ഉള്ളിടത്തോളം നിലനിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഉത്സവീകരിക്കപ്പെട്ട വാക്കിനെ എങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളിലൂടെ ഈ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ കഴിയും. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിട്ടല്ല വാക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. വാക്ക് ഒരു
സമൂഹ സ്ഥലത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിന് സാധ്യതയില്ലാത്ത വിധം വ്യക്തികേന്ദ്രിതമല്ലാത്ത ഒരു അനുഭവ പരിസരത്തെ ഖാദറിന്റെ കഥകൾ തിരിച്ചുപിടിക്കുകയാണ്. അതിൽ പേരുകൾക്ക്, അതാണ് രണ്ടാമത്തെ കാര്യം. അദ്ദേഹം പന്തലായിനി അല്ലെങ്കിൽ തൃക്കോട്ടു ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ, ഇത് ആഫ്രോ അമേരിക്കൻ കഥകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഇട്ടിഎംബി അല്ലെങ്കിൽ കുഞ്ഞിക്കാളുപ്പക്കുറുപ്പ് ഇങ്ങനെയുള്ള പേരുകളുടെ ഒരു ലാവണ്യശാസ്ത്രമുണ്ട്. ഈ പേരുകളിലൊക്കെ ചരിത്രമാണ്. പേരുകൾ, സ്ഥലപ്പേരുകൾ, ഉത്സവങ്ങളുടെ ചിത്രങ്ങൾ, ഇതൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങൾ ഔദ്യോഗികമായിട്ട് നമ്മൾ എഴുതി വച്ചിട്ടുള്ളതും നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഒരു ഘടനയിലൂടെ നമ്മുടെ മുന്നിൽ വരുന്നതുമായിട്ടുള്ള ചരിത്രങ്ങളെ ഭേദിക്കുന്ന ഒരു അംശം ഖാദറിൻ്റെ കൃതികളിലുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളാണ് സത്യം. ആ സത്യത്തിൻ്റെ മുകളിൽ നാം നിർമ്മിച്ചെടുക്കുന്ന ഒരു കൽപ്പിത യാഥാർത്ഥ്യം മാത്രമാണ്, ഭാവനാത്മക യാഥാർത്ഥ്യം മാത്രമാണ് ഇന്ത്യ എന്ന ബൃഹത് സത്യം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സ്ഥലത്തിന്, ദേശത്തിന് ജീവൻ നൽകിയതാരാണ്? അതിന് രണ്ട് ഉത്തരവേ ഉള്ളൂ. ഒന്ന്, ആ ദേശത്ത് പലതരം തൊഴിലുകളിൽ വ്യാപൃതരായ ജനസമൂഹം. രണ്ടാമത്തേത്, ആ ജനസമൂഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വീര്യവും വിസ്മയമൊക്കെ വാക്കുകളിലേക്ക്, വരകളിലേക്ക് ഒക്കെ ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന സർഗധനരായ കലാപ്രതിഭകളാണ്. സത്യത്തിൽ യു.എ. ഖാദറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദേശീയ പ്രവർത്തനം എന്ന് പറയുന്നത് ദേശത്തിന്, സ്ഥലത്തിന് സർഗാത്മകതയുടെ ഒരു സമാന്തര ജന്മം സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ചരിത്രകാരനും ഒരു പക്ഷേ സൂക്ഷ്മമായി കാണാൻ ശ്രമിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഖാദർ അടിക്കുറിപ്പുകളിലൂടെ, കഥയുടെ ചില വാക്കുകളിലും ഇതിലൊക്കെ വരുന്ന ചില ധ്വനിസാന്ദ്രമായിട്ടുള്ള ഉപകഥകളിലൂടെ, ഞാനിതിനെ ഉപപാഠങ്ങളുടെ ഒരു ഉത്സവമായിട്ട് കാണും. ടെക്സ്റ്റല്ല, സബ് ടെക്സ്റ്റുകളാണ് ഇതിൽ ധാരാളമായിട്ട് വരുന്നത്. ഉപപാഠങ്ങളുടെ ഒരു ഉത്സവം തന്നെ ഖാദറിലുണ്ട്. ഈ അടുത്ത് 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ശ്രീമതിയും മകളും കൂടി ഈ ബർമയിലേക്ക് രണ്ടാമത് തിരിച്ചു പോവുകയുണ്ടായി. ഞാൻ എൻ്റെ ഭാവന കൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കിയത് ഐരാവതി നദിയുടെ തീരത്തുള്ള ബില്യൻ എന്ന ഗ്രാമത്തിൽ എന്നായിരുന്നു. ആ ബില്യൻ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ മുമ്പിലൂടെ ഐരാവതി നദി ഒഴുകുന്നു എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഭാവനയിൽ പൊലിപ്പിച്ച് പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് യാങ്കൂണിൽ അങ്ങനെ ഒരു സ്ഥലത്തെ ബില്യൻ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല, എവിടെയാണ് ബില്യൻ എന്നുള്ളത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു അടയാളം
ആ അടയാളമായിട്ട് ഞാൻ ഓർത്തപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞത് ഒരു ഡ്വൻതി എന്നുള്ള പഴമാണ്. ഡ്വൻതി എന്നുള്ളത് ഡ്വൻ എന്നാണ് പഴത്തിൻ്റെ പേര്. തി എന്നുള്ളത് ബർമീസ് ഭാഷയിൽ പഴം എന്നുള്ളതാണ്. ഈ ഡ്വൻതിയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ 7 വയസ്സിൻ്റെ ഓർമ്മയിൽ ഞാൻ ശേഖരിച്ച് വെച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുണ്ട്. ആ ചക്കയ്ക്ക് ചുളയുണ്ട്. ആ ചുളയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ചക്കച്ചുള എൻ്റെ മനസ്സിൽ തങ്ങി നിന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എൻ്റെ ബർമീസ് സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ഡ്വൻതിയാണ്. ഡ്വൻതി ഉണ്ടാകുന്നത് മോൺ സ്റ്റേറ്റിലാണ്. ബർമയിലെ അങ്ങ് അപ്പർ ബർമയിലെ വിയറ്റ്നാം ബോർഡറിലുള്ള ഒരു സംസ്ഥാനമാണ് മോൺ സ്റ്റേറ്റ്. ആ മോൺ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ പഴമാണ് ഈ ഡ്വൻതി. അത് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ആ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ പെറ്റ ഇടം എനിക്ക് അന്ന് കണ്ടുപിടിക്കാനായത്. എൻ്റെ 75ാമത്തെ വയസ്സിൽ പെറ്റ ഇടം കണ്ടുപിടിക്കാനായത് ഒരു പഴത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ആ പഴത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് ബർമീസ് സുഹൃത്തിൻ്റെ സൗമനസ്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഞാനൊരു വാഹനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും മകളുടെ ഭർത്താവും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം ഒന്നിച്ച് വെളുപ്പിന് യാങ്കൂൺ പട്ടണത്തിൽ നിന്ന് വെളുപ്പിന് 4 മണിക്ക് പുറപ്പെടുകയും വൈകുന്നേരം ഒരു 4-4:30 മണിക്ക് ഇപ്പറഞ്ഞ സ്ഥലത്തെത്തുകയും ചെയ്തു. ഞാനപ്പോൾ അതുവരെയും വണ്ടിയിലിരുന്ന് പറഞ്ഞത് 4 കാലിൻ്റെ മുകളിൽ നദിയുടെ ചുവടെ ഉണ്ടാവുന്ന ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വരുന്നത് കൊണ്ട് കാലിൻ്റെ ചുവട്ടിലുണ്ടാവുന്ന ആ ഒരു വീടിനെക്കുറിച്ചായിരുന്നു. ആ അത്തരം വീടുകൾ ഉള്ള ഒരു താഴ്വരത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു താഴ്വരത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ എന്താണെന്നറിഞ്ഞില്ല, എനിക്ക് അവിടെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി. ഇറങ്ങിയപ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ്. എൻ്റെ പേരക്കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, അത് എൻ്റെ ഒരു നിരത്തുവരത്തിലുള്ള ഒരു ബോർഡ് ചൂടിയിട്ട് പറഞ്ഞു, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഞാനത് കാണുന്നത്. വെൽക്കം ടു ബില്യൻ എന്ന് പറഞ്ഞ ആ ബോർഡ്. അത് അപ്പോഴാണ് ഞാൻ പിറന്ന നാട്ടിൽ ഞാൻ എത്തിയല്ലോ, 75ാമത്തെ വയസ്സിൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ആഹ്ലാദമോ എന്താണെന്നറിയുന്നില്ല. ഒരു തരം വെള്ളം അതിൻ്റെ ഒഴുക്കിൻ്റെ തുടക്കത്തിലെത്തിയപ്പോൾ മരവിച്ച് നിന്നുപോയി എന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഒഴുക്കിൻ്റെ ഉറവിട സങ്കേതത്തിലെത്തിയപ്പോൾ മരവിച്ച് പോവുകയാണ് ചെയ്തത്. മരവിച്ച് പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. അവിടെ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ പേരക്കുട്ടി വീണ്ടും ചൂണ്ടിക്കാണിച്ചു തന്നു. ബില്യനിലേക്ക് സ്വാഗതം എന്നോതുന്ന ആ ബോർഡിൻ്റെ ചുവട്ടിൽ ഞാൻ കരഞ്ഞു നിന്നുപോയി, ചിരിച്ചു നിന്നുപോയി. ആഹ്ലാദം കൊണ്ട് എൻ്റെ 2 കണ്ണിലൂടെയും കണ്ണുനീർ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണീരിൻ്റെ ആ ഒരു തരം അവ്യക്തതയിലാണ് ഞാൻ വീണ്ടും ആ ബോർഡ് വായിക്കുന്നത്. വെൽക്കം ടു ബില്യനിലേക്ക് സ്വാഗതം. സ്വാഗതം ഓതിക്കഴിഞ്ഞ എൻ്റെ നാട്ടിൽ ഞാൻ നിന്നപ്പോൾ എനിക്ക് അവിടെ ആരെയാണ് കാണാനുള്ളത്? ആരുമില്ല. എൻ്റെ അമ്മയെ കാണാനില്ല. അമ്മയുടെ വംശപരമ്പര എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ ചോദിച്ചറിയുവാനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. ആ ഒരു വല്ലാത്ത അന്തർസംഘർഷത്തിൽ നിൽക്കുന്ന ആ സമയത്താണ് എൻ്റെ മുമ്പിലൂടെ ഒഴുകുന്നത്. ഞാൻ നേരത്തെ കഥകളിലൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ ഐരാവതി നദിയല്ല എന്നെനിക്ക് മനസ്സിലാകുന്നത്. അത് ക്വൈത്തോൺ എന്ന് പറഞ്ഞ മറ്റൊരു നദിയാണ്. ആ നദിയുടെ കരയിലെ ഒരു നാൽക്കാലുള്ള ഒരു ചെറിയ വീട്ടിൻ്റെ ആണ് എന്നെ പെറ്റിട്ടത് എന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു ഇരമ്പൽ പോലെ ഉണ്ടായി. അപ്പോൾ എനിക്ക് നേരെ മുമ്പിൽ കാണുന്ന മലയടിവാരം നിറയെ പെഗോഡകളായിരുന്നു. പെഗോഡയുടെ കമാനങ്ങൾ, ആ നിരവധി പെഗോഡകൾ ആ മലയുടെ മലയുടെ അടിവാരത്തിൽ നിൽക്കെ എനിക്ക് കാണാമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബർമീസ് സുഹൃത്ത് പറഞ്ഞത്, ഇത് ബുദ്ധമത അനുയായികൾ കാണാൻ വരുന്ന, അവർ തീർത്ഥാടനത്തിന് വരുന്ന ഒരു കേന്ദ്രമാണ് ഇതെന്ന്. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു ഉറവിടത്തിൻ്റെ ഏതോ ഒരു മൂലയിലാണ് എൻ്റെ ഉമ്മ പെറ്റിട്ടത് എന്നൊരു യാഥാർത്ഥ്യം അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയുള്ള ഞാൻ 7 വയസ്സ് വരെ ബർമ്മക്കാരനായിരുന്ന ഞാൻ ഇങ്ങ് കേരളക്കരയിൽ വരികയും കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് മലബാറിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുകയും
ആ ജീവിതത്തിലൂടെ ഞാൻ എൻ്റേതായ ഭാഷയുടെ ഒരു ലോകം എൻ്റെ ഭാഷയുടേതായ ഒരിടത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തു എന്ന ഒരു ആത്മബോധം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, എന്നോട് തന്നെ പറഞ്ഞു പോവുകയാണ്, എൻ്റെ കഥ ജീവിതം പോലെയാണ്, എൻ്റെ ജീവിതം കഥ പോലെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ കഥയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് എൻ്റെ കഥയെക്കുറിച്ചും പറയാനറിയില്ല, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചും പറയാനറിയില്ല, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പറയാനറിയില്ല.